പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാന്തി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ധൈര്യപ്പെടട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആത്മാവിൽ ധൈര്യം പകർന്ന് നിങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തും. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹിയോൻ കൂട്ടായ്മയിൽ ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാരിച്ചൻ്റെ അനുഗ്രഹ ആശംസകളോടെ നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ നാമത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളെ പ്രത്യേകം വെൽക്കം ചെയ്യുന്നു കേട്ടോ, സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് അഭിഷേകത്തിൽ ഒരു പ്രത്യേക റോളുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചു, മാതാപിതാക്കന്മാരൊക്കെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരും. കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരൊക്കെ അസഹരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ തറയിലൊക്കെ പോയി ടി-വിയുടെ തൊട്ട് ഫ്രണ്ടിലൊക്കെ പോയിരുന്ന് എനിക്കതെല്ലാം കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ ഒരു വചനം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരികയാണ്. കർത്താവ് പറയാണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടാനാണ്. അത് എത്രയും പെട്ടെന്ന് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ ദൈവം ഭൂമിയിൽ തീയിടുന്നത് ഓരോ വ്യക്തിയുടെയും ആത്മാവിലാണ് കർത്താവ് തീയിടുന്നത്. ആ തീ ഇങ്ങനെ കത്തി ജ്വലിക്കണം. ആത്മാവിലൊരു ഫയർ, അതങ്ങനെ ജ്വലിച്ച് കത്തി അനേകരെ ദൈവസ്നേഹത്തിലേക്ക്, കൃപയിലേക്ക്, വിശുദ്ധിയിലേക്ക് നയിക്കാൻ കർത്താവ് നമ്മൾ ഉപയോഗിക്കും. ഒരാളിൽ തീ വീണാൽ ആ കുടുംബത്തിൽ അതിൻ്റെ ഒരു അഭിഷേകം ജ്വലിക്കും. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിമോത്തി 1:6 വചനമുണ്ട്, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. വി ഹാവ് ടു rekindle the anointing. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ പ്രൈസ് വർഷിപ്പ് നടത്തുമ്പോഴും കുറേ സമയം ഇങ്ങനെ നമ്മളൊരു കൂട്ടായ്മ ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് ഒരുപാട് പേരുടെ കൂട്ടായ്മയിൽ, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂട്ടായ്മയിൽ ഒരേ സമയത്ത് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ആരാധിക്കുമ്പോൾ വലിയ ആത്മാവിൻ്റെ അഭിഷേകം ജ്വലിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, പന്തക്കൊസ്ത തിരുനാളിൽ ഓരോരുത്തരുടെ മേൽ അഗ്നിനാഭകളായി എഴുന്നള്ളിയ പരിശുദ്ധാത്മാവേ, റൂഹായേ, പത്രോസ്ലഹായ തീ പിടിപ്പിച്ച ആത്മാവേ, പൗലോസ്ലഹായ തീ പിടിപ്പിച്ച ആത്മാവേ, ഓ ഫ്രാൻസിസ് സേവറിനെ തീ പിടിപ്പിച്ച ആത്മാവേ, അപ്പസ്തോലന്മാരെ തീ പിടിപ്പിച്ച ആത്മാവേ, വിശുദ്ധ തോമാസ്ലഹായ തീ പിടിപ്പിച്ച ആത്മാവേ, ഓ കർത്താവ് രക്തസാക്ഷികളെ തീ പിടിപ്പിച്ച ആത്മാവേ, ഇപ്പോൾ ഞങ്ങളെ തീ പിടിപ്പിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ ആത്മാവിൽ ഒരു അഗ്നി ജ്വലിക്കട്ടെ. ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, കൈയടിച്ച് ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. നന്നായി കൈയടിച്ച് ഏകരക്ഷക ലോകരക്ഷക നീ എന്നും കൈ ഉയർത്തി കൈയടിച്ച് ആത്മാവിൽ ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം. ഓ പരിശുദ്ധാത്മാവേ, ആത്മാവിൽ തീയിടണം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, രക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഏകരക്ഷകൻ, ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. നന്നായി കൈയടിച്ച് ഓരോരുത്തരെ പ്രാർത്ഥിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, പുതിയ നിയമത്തിൽ സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, പത്രോസ്ലീഹായെ ഉറപ്പുള്ള പാറയാക്കിയ പരിശുദ്ധാത്മാവേ, ദൈവമേ, ഇപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിനൊരു വ്യത്യാസം വരണം, ജീവിതത്തിന് നവീകരണം വരണം, അശുദ്ധിയെ വിശുദ്ധിയാക്കുന്ന പരിശുദ്ധാത്മാവ്. ഓ കർത്താവേ, ദുർബലമായതിനെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ഓ റൂഹ, ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം, ഞങ്ങൾക്ക് ഗുണിതം നൽകണം, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.
സൗളെന്ന് പൗലോസായി ജനിച്ചതുപോ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കട്ടെ. സൗളെന്ന് പൗലോസായി ജനിച്ചതുപോ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കട്ടെ. പത്രോസ് ഒന്ന് പാറയായി ഉറച്ചതുപോ ഉറക്കട്ടെ ഉറക്കട്ടെ ഞാൻ കർത്താവ്. പത്രോസ് ഒന്ന് പാറയായി ഉറച്ചതുപോ ഉറക്കട്ടെ ഉറക്കട്ടെ ഞാൻ. ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ആത്മാവിൽ ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം. ഓരോരുത്തരും ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഇപ്പോൾ ഓരോ വ്യക്തികളെ തങ്ങളുടെ അവസ്ഥകളെ ഇപ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഓരോരുത്തരുടെ അവസ്ഥ സമർപ്പിക്കുകയാണ്. കർത്താവ്, എന്റെ മനസ്സിന് തീരെ ബലമില്ല, എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ചെറിയ തമാശ പറഞ്ഞാൽ, ആരെങ്കിലും കളിയാക്കിയാൽ, ആരെങ്കിലും അപവാദം പറഞ്ഞാൽ, ഒരു നെഗറ്റീവ് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തകർന്നു പോകുന്നൊരു പ്രകൃതമാണ്. ദൈവമേ, എനിക്കൊരു വ്യത്യാസം തരണം കർത്താവേ, എനിക്കൊരു വ്യത്യാസം തരണം കർത്താവേ. മനസ്സിന് ബലം തരണം, മനഃശക്തി തരണം, പിടിച്ചു നിൽക്കാൻ കൃപ നൽകണം, രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം വലിയ ദൈവകൃപയാൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മബാലകരുടെ കൂട്ടായ്മയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, കഠിനമായ ജനിക പാപങ്ങൾ, മദ്യപാനം, പുകവലി, കർത്താവ് ലഹരി വസ്തുക്കൾ അടിമത്തം, ഫോണോഗ്രഫി, അശുദ്ധ ബന്ധങ്ങൾ, ദൈവമേ കയറി പോരാൻ പറ്റാത്ത വിധം തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ സാവൂളിനെ പൗലോസാക്കി മാറ്റിയതുപോലെ ദൈവമേ വ്യത്യാസം വരുത്തണം. കർത്താവ് ഒരു വ്യത്യാസം വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പൈശാചിക പീഡകൾ വിട്ടുകൊണ്ട് ദൈവത്തിന്റെ കൃപ നിറയട്ടെ, ദൈവത്തിന്റെ കൃപ നിറയട്ടെ, ദൈവത്തിന്റെ കൃപ നിറയട്ടെ, ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ഓ ദൈവമേ, നാളുകളായി ഒരു കാര്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, അന്യതിനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക മേഖല പുറകോട്ട് പോകുന്നു, കുടുംബത്തിന്റെ എല്ലാ മേഖലയും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, അങ്ങനെ തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾക്ക് ഇപ്പൊ രൂപാന്തരീകരണം കൊടുക്കണം. ദൈവം മുന്നോട്ട് പോകാൻ തക്കുന്ന ആത്മാവിൽ ശക്തി കൊടുക്കണം, വലിയ കൃപ കൊടുക്കണം. ദൈവമേ, സുവിശേഷമെല്ലാം ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കാലത്ത് ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് ഓടി നടന്ന് ശുശ്രൂഷകൾ ചെയ്തു, ഇപ്പോൾ കർത്താവ് പുറകോട്ട് പോവുകയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല, സുവിശേഷമെല്ലാം ചെയ്യുന്നില്ല. ദൈവമേ, പുറകോട്ട് പോകുന്ന ജീവിതങ്ങൾ പരിശുദ്ധാത്മാ ശക്തിയാൽ ഇപ്പോൾ മുമ്പോട്ട് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈയടിച്ച് ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം. യേശു ഏകരക്ഷകൻ, ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അവിടുന്ന് മാത്രം രക്ഷിക്കാൻ കഴിയുന്നവൻ. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും കൈകൾ ഉയർത്തി ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം ആത്മാവിൽ തീടണം. ഹല്ലേലൂയ 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 ഹല 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 ഹല. സമാധാനം ഉണ്ടാകട്ടെ, ശാന്തത ഉണ്ടാകട്ടെ, സ്നേഹം നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, വേണ്ടതെല്ലാം ലഭിക്കട്ടെ, ജ്ഞാനം നിറയട്ടെ, എല്ലാ കൃപാവരങ്ങളും ഇപ്പം നിറയട്ടെ, എല്ലാ കൃപാവരങ്ങളും ഇപ്പം നിറയട്ടെ, വലിയ കൃപാവരങ്ങളുടെ നിറം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മുക്തപ്പെടുത്തുന്നു. ആരാധന ആരാധന ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അഭയസ്ഥലമാണ് വാടാ മുൾച്ചെടി. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ, വിഷയം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു പകപ്പ് അല്ലെങ്കിൽ ഒരു മനസ്സിലാകാത്ത അവസ്ഥ വരുമെങ്കിലും വചനത്തിൻ്റെ പൊരുളറിയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് തരും. ജോഷുവയുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം. ജോഷുവയുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം. നഫ്താലിയുടെ മലമ്പ്രദേശത്തുള്ള ഗലീലിലെ ഖേദേശ്, എഫ്രായിം മലമ്പ്രദേശത്തുള്ള ഷെക്കേം, യൂദയായിലെ മലമ്പ്രദേശത്തുള്ള കിരിയാത്ത് അർബ, ഹെബ്രോൺ എന്നീ പട്ടണങ്ങൾ അവർ അഭയ നഗരങ്ങളാക്കി. പഴയ നിയമത്തിൽ മനഃപൂർവ്വം അല്ലാതെ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ട് അയാളെ മറ്റുള്ളവർ ആക്രമിച്ച് കൊലപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിൽ അയാൾക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി അയാൾക്കൊരു അഭയസ്ഥാനം, ഒളിച്ച് താമസിക്കാനൊരു സ്ഥലം, അത് പഴയ നിയമത്തിൽ മോശ ജോഷുവ കാലഘട്ടത്തിൽ ഗോത്രങ്ങൾക്ക് സ്ഥലങ്ങൾ വിഭജിച്ച് കൊടുക്കുമ്പോൾ അഭയ സ്ഥലങ്ങളായി ചില സ്ഥലങ്ങൾ മാറ്റിയിടാൻ വേണ്ടി പറഞ്ഞു. അവിടെ ആരെങ്കിലും വന്നാൽ അവരെ ആരും ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ല. അവിടെ ആരെങ്കിലും അഭയം പ്രാപിച്ചാൽ അവരെ ശത്രുക്കൾ കൊലപ്പെടുത്താൻ പാടില്ല, അവരെ മർദ്ദിക്കാൻ പാടില്ല. അങ്ങനെ ചില അഭയ സ്ഥലങ്ങൾ മാറ്റിയിടുകയാണ്. വീണ്ടും വചനത്തിൽ അതുപോലത്തെ തന്നെ വചനത്തിൻ്റെ സൂചന നൽകുന്ന മറ്റ് വചനങ്ങളുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 12-ാം തിരുവചനം, കൊലപാതകി വിധി നിർണയത്തിനായി സമൂഹത്തിന് മുൻപിൽ നിൽക്കുന്നതിന് മുൻപ് വധിക്കപ്പെടാതിരിക്കാൻ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് അഭയം തേടാനുള്ള സങ്കേതങ്ങളായിരിക്കും ഈ പട്ടണങ്ങൾ. ഹല്ലേലൂയാ. Hallelujah. മനഃപൂർവ്വം അല്ലാതെ ഒരു കൊലപാതകം സംഭവിച്ചു പോയി. ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയപ്പോഴായിരിക്കാം, ചിലപ്പോൾ അറിയാതെ ഒരു ആയുധം പ്രയോഗിച്ചപ്പോഴായിരിക്കാം, മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു പ്രതികാരം ചെയ്യാനുള്ള ചിന്തയൊക്കെ വന്ന് അവരെ ഓടിച്ചാൽ അവർക്ക് അഭയം തേടാനുള്ള ചില സങ്കേത സ്ഥലങ്ങൾ. പറയാം ഹല്ലേലൂയാ. Hallelujah. എന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നമ്മൾ അഭയം പ്രാപിക്കേണ്ട ചില സങ്കേത സ്ഥലങ്ങളുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19 വേഴ്സ് 1, ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ രാജാവാണ് ആഹാബ് രാജാവാണ്. ആഹാബിൻ്റെ രാജ്ഞിയാണ് ജസബൽ. അപ്പോൾ തലേ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഏലിയ പറഞ്ഞു ദേശത്തെ മഴയില്ല. അപ്പോൾ അത് ഏലിയ പ്രവചൻ അരുളി ചെയ്തിട്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആഹാബ് രാജാവിനോട് പറയുകയാണ്, ഇങ്ങനെ 2 വഞ്ചിയിൽ കാലിൽ വെച്ചിരുന്നൊരു കാര്യമില്ല. ദൈവജനത്തോടും പറഞ്ഞു, ഈ ബാലിൻ്റെ 450 പ്രവാചകന്മാരുണ്ട്, അവരെല്ലാം വിളിച്ചു കൂട്ടുക, അവരൊരു ബലിയർപ്പണം നടത്തട്ടെ, എന്നൊരു ദൈവം അത് പ്രസാദിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. ഞാനും ഒരു ബലിയർപ്പണം നടത്താം. എന്നിട്ട് ആരുടെ ബലിയിലാണോ ഏത് ദൈവമാണ് പ്രസാദിക്കുന്നത് അത് മാത്രമാണ് ഏക ദൈവം, ഒരു തീരുമാനം എടുക്കണം. രാജാവ് സമ്മതിച്ചു. അങ്ങനെ ബാലിൻ്റെ പ്രവാചകന്മാരും ഏലിയായുടെ കൂടെ ദൈവജനം എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. ഒരു നാടകം കാണാൻ നിൽക്കുന്നത് പോലെ, ഒരു കളി കാണാൻ നിൽക്കുന്നത് പോലെ ജനങ്ങളിങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ഒരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ ബാലിൻ്റെ ആരാധിച്ചിരുന്ന ആ നാളുകളെ പൂജാരികൾ അവരെല്ലാവരും കൂടെ ഏലിയ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യ്, നിങ്ങൾ ബലിപീഠം ഒരുക്കി അതിനുശേഷം ബലിയർപ്പണത്തിലെ ക്രമീകരണങ്ങൾ നടക്ക്, അതിന് മുകളിൽ കുറച്ച് വെള്ളം കോരി ഒഴിക്ക്, എന്നിട്ട് ദൈവത്തെ വിളിക്ക്. അവർ രാവിലെ മുതൽ ഉച്ച വരെ വിളിച്ചു, ഒന്നും നടന്നില്ല. അപ്പോൾ ഏലിയ ചില കമൻ്റൊക്കെ പറയും, നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവസാനം ഒന്നും നടക്കുന്നില്ല. വൈകുന്നേരമായപ്പോൾ ഏലിയ തകർന്നു കിടന്ന ബലിപീഠത്തിൻ്റെ കേടുപൊക്കി. എന്നിട്ട് ഏലിയ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ ബലി കർത്താവ് ദഹിപ്പിച്ച ബലി ദൈവം സ്വീകരിച്ചു. ഉടനെ തന്നെ ബാലിൻ്റെ സകല പ്രവാചകന്മാരെ ഭൂമുഖത്തിന് ഉന്മാലനം ചെയ്ത് കളഞ്ഞു.
എൻ്റെ സഹോദരങ്ങൾ, ഈ വിവരം ആഹാബ് രാജാവ് ചെന്ന് ജസബലിനോട് പറയുന്നതാണ് പശ്ചാത്തലം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജസബൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ, ജസബലാണ് ഈ ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ ഊട്ടി വളർത്തി ഒരു പ്രത്യേക അവസ്ഥയിൽ വിഗ്രഹാരാധന, അന്യദൈവ ആരാധനയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ജസബൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 2-ാം തിരുവചനത്തിലുണ്ട്. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതിലപ്പുറം എന്നോട് ചെയ്യട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 24 മണിക്കൂറിനുള്ളിൽ നിന്നെ തുണ്ടമാക്കി അവസാനിപ്പിച്ചിരിക്കുമെന്ന് ആ ജസബൽ ഏലിയായ്ക്കെതിരെ കൽപ്പന അങ്ങോട്ട് പുറപ്പെടുവിക്കുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാവോ? അതിന് തൊട്ട് താഴത്തെ വചനം, 19-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദയായിലെ ബേർഷബായിലെത്തി. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഏലിയ പ്രാണരക്ഷാർത്ഥം, ജീവരക്ഷാർത്ഥം അവിടെ ഞങ്ങളുടെ പലായനം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭൃത്യന് മനസ്സിലായി ഏലിയാട് കൂടെ ഒന്നും നിന്റെ കാര്യങ്ങൾ നടക്കില്ല. ആ ഭൃത്യനെ വിട്ടുപരിഞ്ഞു. ഏലിയ തന്നെയായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇത് ഈ രംഗത്തിൽ വേറൊരു കാര്യം നമ്മൾ ഓർക്കണം. തലേ ദിവസം ഏലിയായുടെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയതും ആ അഗ്നി വന്നിട്ട് ബലിപീഠം ദഹിപ്പിച്ചതും സ്വീകരിച്ചതും ദൈവമായ കർത്താവ് മാത്രമാണ്. യഥാർത്ഥ ദൈവമെന്ന് ജനങ്ങൾ ആർത്തു വിളിച്ചതും ബാക്കിയുള്ള സകല തരത്തിലുള്ള പ്രതിഷ്ഠകളും തകർക്കപ്പെട്ടതും അതുപോലെ കൂടെ നിന്ന് പ്രവർത്തിച്ച താങ്ങിയ നമ്മുടെ കർത്താവിനെ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഏലിയ മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, വചനം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില തകർച്ചകൾ വരുമ്പോൾ, ചില രോഗപീഠകൾ വരുമ്പോൾ, ഓരകാപ്പുറത്ത് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, കുടുംബത്തിൽ ചില ക്രൈസിസുകൾ വരുമ്പോൾ, മക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രോബ്ലംസ് വരുമ്പോൾ, ഒരുപക്ഷെ ഇതുവരെ കരുതിയ താങ്ങിയ കൈ പിടിച്ച് നടത്തിയ കർത്താവിനെ ഒരു കുറച്ച് സമയത്തെങ്കിലും മറന്നു പോകുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നും കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ വചനം വെളിപ്പെടുത്തുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ വിസ്മരിക്കുന്നത് കൊണ്ടല്ലേ നിനക്കിതെല്ലാം വന്നു ഭവിച്ചത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതായാലും പാവം ഏലിയ സങ്കടപ്പെട്ട് മരുഭൂമിയിൽ യാത്ര ചെയ്യുകയാണ്. തുടർന്ന് നമുക്ക് വായിക്കാം. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ ഇരിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനഭാഗത്തിന്റെ തുടക്കം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അതായത് ഏലിയ ഒരു ദിവസം മുഴുവൻ ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയിൽ നടന്നു, കാരണം തനിയാണ്, വേറെ ആരും സഹായത്തിനില്ല. നിങ്ങൾ ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് ആരും കൂടെയില്ല, തനിയേ ഉള്ളൂ എന്നൊരു ചിന്ത നിങ്ങളെ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാകും. സഹായിക്കാൻ ആരില്ല, ഒരാശ്വാസം വാക്ക് പറയാൻ ആരുമില്ല, ഒന്നും ആരുമില്ല, എപ്പോഴും തനിച്ചാണല്ലോ എന്നൊരു വേദന പേറുന്നവരുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ നമ്മളെ ചിലപ്പോൾ ദൈവം തനിയെ വിടാൻ അനുവദിക്കും. നമ്മുടെ വിശുദ്ധീകരണത്തിന്, നമ്മുടെ കൃപയിൽ വളർത്താൻ, നമ്മളെ വിശുദ്ധീകരിക്കാൻ, ദൈവം കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ, വേറെ ആരും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് തരാൻ ഒക്കെ ദൈവം ചിലപ്പോൾ അനുവദിക്കാം. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മരുഭൂമിയിൽ നടക്കുകയാണ്. എന്നിട്ട് അവസാനം ഒരു വാടാമുൾച്ചെടിയിൽ തണലിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു ഒറ്റ പ്രാർത്ഥന, ദൈവമേ ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി, മരിച്ചാൽ മതി. അതാണ് മരണത്തിനായി പ്രാർത്ഥിച്ചു. എന്നിട്ട് സംഭവിച്ച കാര്യം എന്താ? ആ വാടാമുൾച്ചെടിയുടെ തണലിൽ
കിടന്നുറങ്ങിയെന്ന് വചനം വെളിപ്പെടുത്താണ്. അപ്പോൾ ഇതാ ചുടുകല്ല് ചുട്ടെടുത്ത് അപ്പോൾ ഒരു പാത്രം വെള്ളവും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനഭാഗങ്ങൾ കേൾക്കുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മരുഭൂമിയിൽ എവിടെയാ വാടാമുൾച്ചെടി? ഇനി വാടാമുൾച്ചെടി ഉണ്ടെങ്കിൽ വാടാമുൾച്ചെടിക്ക് എവിടെയാ തണല്? ആ തണലത്ത് എങ്ങനെയാ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ, മുകളിൽ നിന്ന് സൂര്യൻ്റെ ചൂട്, താഴെ നിന്ന് മണലിൻ്റെ ചൂട്, ഏലിയായെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ജസബലിന്റെ സൈന്യത്തിന്റെ ആരവം പുറകെ. എങ്ങനെ മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും? അവിടെ എങ്ങനെയാ ചുടുകല്ല് ചുട്ടെടുത്ത് അപ്പം കിട്ടുന്നത്, വെള്ളം കിട്ടുന്നത്? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മരുഭൂമിയിൽ എവിടെ വാടാമുൾച്ചെടി, വാടാമുൾച്ചെടിക്ക് എവിടെ തണല്? ആ തണലത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും? എൻ്റെ സഹോദരൻ, ഇത്രയും മാനസിക പ്രക്ഷോഭം നിൽക്കുന്ന സമയത്ത് എങ്ങനെ ഒരു മനുഷ്യൻ ഉറങ്ങാൻ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാടാമുൾച്ചെടി എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തോ ചില വലിയ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭാപിതാക്കന്മാര്, വിശുദ്ധാത്മാക്കള് ഈ വചനഭാഗത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് എന്താണെന്നറിയാവോ? അതൊരു പുതിയ നിയമത്തിലേക്ക് ഒരു ചാട്ടമാണ്. മരുഭൂമിയിലെ വാടാമുൾച്ചെടി എന്ന് പറയുന്നത് കാൽവലി മലയുടെ നെറുകയിൽ മരക്കുരിശിൽ മുൾമൂടി ചൂടി നിൽക്കുന്ന കർത്താവിന്റെ പ്രതീകമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിലെ വാടാമുൾച്ചെടി പുതിയ നിയമത്തിൽ ഈശോ മിശിഹായാണ്. ആ മുൾമുടി എന്ന് പറയുന്നത് മുൾമുടി ചൂടി നിൽക്കുന്ന കർത്താവിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏലിയ എവിടെ അഭയം പ്രാപിച്ചത്? ഏലിയ കുരിശിന്റെ തണലിലാണ് അഭയം പ്രാപിച്ചത്. ഏലിയ കർത്താവിലാണ് അഭയം പ്രാപിച്ചത്. അതുകൊണ്ടല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുടുകല്ല് ചുട്ടെടുക്കുന്ന അപ്പം കിട്ടുന്നത് എവിടെ ചെല്ലുമ്പോഴാ? വിശുദ്ധ കുർബാനയ്ക്ക്, വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ ചെല്ലുമ്പോഴല്ലേ ചുടുകല്ല് ചുട്ടെടുത്ത് അപ്പം കിട്ടുന്നത്? ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് എന്താ സംഭവിച്ചത്? അടുത്ത വാക്യം: അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിന്റെ മലയായ ഹോറബിലെത്തി. ഒച്ചത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ആരുമില്ലാത്തൊരു തോന്നൽ വരുമ്പോൾ, സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ഏലിയായ്ക്ക് സംഭവിച്ച പോലെ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുവദിക്കപ്പെടുമ്പോൾ, കൂട്ടത്തിലുള്ളവരെല്ലാം വിട്ടുപിരിഞ്ഞ് കഴിയുമ്പോൾ, തനിയെ ഭാരം വഹിച്ച് നീങ്ങുമ്പോൾ, എൻ്റെ സഹോദരങ്ങളിൽ നീ നടന്ന് എത്തേണ്ട ഒരു സ്ഥലമുണ്ട്. അത് നിന്റെ ഇടവക ദേവാലയമാണ്, പരിശുദ്ധ കുർബാനയുള്ള സ്ഥലമാണ്, വിശുദ്ധ ബലിപീഠമാണ്, വിശുദ്ധ കുരിശിന്റെ തണലാണ്. അവിടെ നീ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, നിനക്ക് ചുടുകല്ല് ചുട്ടെടുത്ത് അപ്പം കിട്ടും. അത് വിശുദ്ധ കുർബാനയാണ്. ഈ കുർബാനയുടെ ശക്തിയിൽ നിന്നാണ് നിന്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നും അങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട്. ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ നാളുകൾ കണ്ടൊരു സാക്ഷി ഓർക്കാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മാറില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില സംഗതികൾ അവര് ഈ വിശുദ്ധ കുർബാനയിൽ വാടാമുൾച്ചെടി തണലിൽ അവർ അഭയം പ്രാപിച്ചു. അത്ഭുതം കണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് തങ്കച്ചൻ, എൻ്റെ ഭാര്യയുടെ പേര് റീത്താമ്മ. ഞങ്ങൾ പാലാ രൂപത ജിയോ വാലി പള്ളി സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടോ സ്ഥലമോ ഇല്ലായിരുന്നു. ഞങ്ങൾ വാടകയ്ക്ക് 10-12 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. ഞങ്ങൾ എന്നും 8:30-ക്കുള്ള അഭിഷേകാഗ്നി കാണുമായിരുന്നു. അതുകൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് 5.25 സ്ഥലവും ഒരു നല്ലൊരു ചെറിയ വീടും ഞങ്ങൾക്ക് സ്വന്തമായി കിട്ടി. ഇവരൊരു പ്രാർത്ഥന നിയോഗം വെച്ചു അല്ലേ? കർത്താവേ, ഞങ്ങൾക്കൊരു വീട് വേണം. വീട് വേണമെന്ന്. അതുപോലെ തന്നെ എനിക്ക് 15 വയസ്സ് മുതൽ ഞാൻ പുക വലിക്കുമായിരുന്നു. 10-30 വർഷമായി നല്ലോണം പുക വലിക്കുമായിരുന്നു. 15 വയസ്സ് മുതലുള്ള പുക 10-30 വർഷം വലിച്ചു. അതിപ്പോൾ 7 വർഷമായിട്ട് അതും നിന്നു. അത് ഈ അഭിഷേകത്തിന് കൂടി ഇപ്പം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ടി വി ഷാലോം TV-യിൽ വീട്ടിൽ ഇരുന്ന് കണ്ടപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. പിന്നെ അത് മാറി. ഇപ്പം 7 വർഷമായിട്ടില്ല. വിൻസെന്റ്, അങ്ങനെയാണോ? ശരിക്കും വെച്ചാൽ അത് അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോൻ എഴുന്നള്ളിച്ച് വന്ന സമയത്ത് ഈ ചേട്ടനും ചേച്ചിയും കൂടി ചേട്ടൻ്റെ കൈ കൊണ്ടുപോയി ഈശോമെ കൊണ്ടുവച്ച്
സത്യം ചെയ്തു. പരിശുദ്ധ അഭിഷേകത്തിന്റെ സമയത്ത് ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ച് വെക്കുന്ന സമയത്ത് ഈ ചേച്ചി ചേട്ടനെ കൂടെ പിടിച്ചോണ്ട് പോകും. രണ്ടുപേരും കൂടെ ചെന്നിട്ട് ഈശോയെ തൊട്ട് പറയും, ഈശോയെ ഞങ്ങൾ അങ്ങയാണ് തൊട്ടിരിക്കണത്, അങ്ങ് ഇടപെട്ട് മദ്യപാനവും പുകവലിയും എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതലേ ഇത് നിർത്തി പൂർണ്ണമായിട്ട്. ആ ചേച്ചിക്ക് മൈക്ക് കൊടുത്തേ, ചേച്ചി എന്ന് പറയട്ടെ. നല്ല കാര്യം മനസ്സിലാണെങ്കിൽ ചേച്ചി പറയണം. ചേച്ചി ഒരു ദിവസം ഒരു 10-15 ബീഡിയൊക്കെ വലിക്കും, ഒരുപാട് ബീഡി വലിച്ചു കൂട്ടും. അങ്ങനെയാണ്. ഞാനിങ്ങനെ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഇത് മാറ്റി തന്നാൽ ഞാൻ എട്ടപ്പാടി വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അഭിഷേക സമയത്ത് പോയി ഈശോയെ തൊട്ടു പ്രാർത്ഥിച്ചോണ്ട് പറയാതെ പിന്നെ പിറ്റേ ദിവസം തൊട്ട് പൂർണ്ണമായും മാറി. പിറ്റേ ദിവസം തൊട്ട് ഇപ്പൊ വലിച്ചിട്ടില്ല. 7 വർഷമായിട്ട് 7 വർഷമായിട്ട് പിന്നെ തൊട്ടിട്ടേ ഇല്ല. ആ പ്രാർത്ഥിച്ച അന്ന് തൊട്ട്, ആ ഈശോയെ തൊട്ട് പ്രാർത്ഥിച്ച അന്ന് തൊട്ട് പിന്നെ പുക വലിക്കുന്നത്. പിന്നെ 7 വർഷമായിട്ട്. അപ്പം അന്ന് അതാണ് ഈശോയുടെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടും എന്ന് പറഞ്ഞത്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:19 വാക്യത്തിലാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:19 വാക്യം. വിശ്വാസമുള്ളവർക്ക് ഇന്നും തൊടാൻ പറ്റും. ജനങ്ങളെല്ലാം അവനൊന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഈശോയെ നേരിട്ട് തൊടാനായിട്ടുള്ളൊരവസരമാണ് ദിവ്യകാരുണ്യ ഈശോ. ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് വന്ന് തൊടുക, ഭയങ്കര വലിയ അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശ്വാസത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യണം. വിശ്വാസത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ വേണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോഴും വിശുദ്ധ കുർബാന ആരാധനയെ സംബന്ധിക്കുമ്പോഴും അഭിഷേകാന്തി ഇന്നിപ്പോൾ തുറന്ന ആരാധനയാണ്. ഇങ്ങനത്തെ ആരാധന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ശക്തിയാൽ തളർന്നു കിടക്കുന്നവർ ബലം പ്രാപിക്കും. ഇല്ലായ്മയിൽ നിന്ന് കർത്താവ് വേണ്ടത് കൊടുക്കും. ഒരിക്കലും മാറില്ല എന്ന് വിചാരിക്കുന്ന മാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ചില വചനഭാഗങ്ങളുണ്ട്. ആരും സഹായത്തിനില്ലാത്തവൻ്റെ ദൈവം തുണ, വിധവയ്ക്ക് അനാഥന് അഭയസ്ഥാനം കർത്താവാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ കർത്താവ് പറയുക, ദൈവമേ ആരുമില്ല സഹായത്തിന്, ദൈവം അവിടുന്ന് മാത്രമേ ഉള്ളൂ, ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഈശോയുടെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്ത് അവിടുന്ന് ചെയ്തു തരുമെന്ന വചനമാണ്. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. ആരുമില്ലപ്പാ, ആരുമില്ലപ്പാ, ആരും സഹായത്തിനില്ല. കണ്ണീർ തുടയ്ക്കാൻ മാറോടു ആരും സഹായത്തിനില്ല. കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ലഭിക്കും.